الحمد لله ولا حول ولا قوة إلا بالله العلي العظيم. وأشهد أن لا إله إلا الله وحده لا شريك له، وهو ربنا وإلهنا وهو حسبنا ونعم الوكيل. والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين. أما بعد. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുവാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന ഈ സമയത്തിലെ ഓരോ സെക്കൻഡുകളിലും അള്ളാഹു ധാരാളം ബറക്കത്തുകൾ ചൊരിയുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ അനക്കങ്ങളിലും ഒതുക്കങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വളരെ ശക്തമായി ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന വളരെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മഹത്തായ ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. സഹീഹുൽ ജാമിഇൽ ഈ ഹദീസ് ഹസനാണ് എന്ന് നസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു ഹദീസാണ്. അൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. قال رسول الله صلى الله عليه وسلم: أحب الناس إلى الله أنفعهم، وأحب الأعمال إلى الله عز وجل سرور تدخله على مسلم، أو تكشف عنه كربة، أو تقضي عنه دينا، أو تطرد عنه جوعا، ولا أن أمشي مع أخي المسلم في حاجة أحب إلي من أن أعتكف في المسجد شهرا، ومن كف غضبه ستر الله عورته، ومن كظم غيظا ولو شاء أن يمضيه أمضاه، ملأ الله قلبه رضا يوم القيامة، ومن مشى مع أخيه المسلم في حاجته حتى يثبتها له أثبت الله تعالى قدمه يوم تزل الأقدام، وإن سوء الخلق ليفسد العمل كما يفسد الخل العسل. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഹബ്ബുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളവൻ, ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളവൻ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളവൻ, അൻഫഉഹും, അവരിൽ ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യും. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലുള്ള ഉപകാരങ്ങൾ ജനങ്ങൾക്ക് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ താൻ പഠിച്ച ഇൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉപകാരം ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റും. അതുപോലെ തനിക്കുള്ള സ്ഥാനവും പദവിയും തന്റെ വാക്കിന്റെ വിലയും ഒക്കെ വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റും. ഏത് രൂപത്തിൽ കൂടുതൽ ഉപകാരം ചെയ്യാൻ മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞത്, മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അവസ്ഥ വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പലതരത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയും. വലിയ ഉപകാരം എന്നല്ല പറഞ്ഞു, ഏറ്റവും ഉപകാരം. ചെറിയ സംഗതികളെ കൊണ്ടായിരിക്കാം കൂടുതൽ ഉപകാരം ചെയ്യാൻ കഴിയുക. അപ്പോ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവർ, ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും മുള്ളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും സംഗതികൾ റോട്ടിലോ വഴിയിലെവിടെയും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്തത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ തടഞ്ഞു വീഴുന്ന എന്തെങ്കിലും സംഗതി റോട്ടിലുണ്ട് എങ്കിൽ അങ്ങനെ എന്തൊക്കെയുണ്ടോ അപകടങ്ങൾ ഒഴിവാക്കുന്ന സംഗതികൾ, എന്തൊക്കെ ഉപകാരം നമുക്ക് ചെയ്യാൻ കഴിയും. ചിലപ്പോൾ ചെറുതായിരിക്കാം, ചിലപ്പോൾ വലുതായിരിക്കാം. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്.